ഒരു കാലത്ത് മാർവൽ ഫാൻസ് എല്ലാ ആഴ്ചയും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമായിരുന്നു മെഫിസ്റ്റോ വന്നോ മക്കളെ. അങ്ങനെ അവസാനം മെഫിസ്റ്റോ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ 2025 അതും അയൺ ഹാർട്ട് സീരീസിലാണെന്ന് മാത്രം. ലെറ്റ്സ് ബി ഓണസ്റ്റ്, അയൺ ഹാർട്ട് സീരീസ് നിങ്ങൾ ഭൂരിഭാഗം പേര് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അതേപോലെ കാണാനും യാതൊരു പ്ലാനും ഉണ്ടായിരിക്കത്തില്ല. അതിന് മെയിൻ റീസൺ എംസിയുവിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഡൗൺഫാളും അതേപോലെ ഈ ക്യാരക്ടർ അത്ര ആൾക്കാർക്കും താല്പര്യമില്ലാത്ത തന്നെയാണ്. സംഗതി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോ ആണെന്നെങ്കിൽ പോലും ഡീസൻ്റ് ആൻഡ് പോസിറ്റീവ് റിവ്യൂസ് വന്ന പല മാർവൽ പ്രൊജക്റ്റുകൾ പോലും റീസെൻ്റ്ലി മിക്ക ഫാൻസും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയൺ ഹാർട്ട് കാണാതിരിക്കുന്നതും ജസ്റ്റിഫയബിൾ തന്നെ. അപ്പോൾ എന്തായാലും അയൺ ഹാർട്ടിൽ മെഫിസ്റ്റോ വന്നതുകൊണ്ട് ഇതിൻ്റെ കഥ എന്താണ്, അല്ലെങ്കിൽ മെഫിസ്റ്റോ എങ്ങനെയാണ് കൊണ്ടുവന്നതിന് ഫ്യൂച്ചർ എന്താണെന്നൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യം കാണും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനാഥൻ ചെങ്ങന്നൂർ. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ കേരള പോപ്കോൺ മാർവൽ ഫാൻസ് ഇന്ത്യയും ചേർന്ന് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്പ് സിനിമയുടെ ഒരു ഫസ്റ്റ് ഡേ ഫാൻ ഷോ സിനിമ റിലീസാവുന്ന ജൂലൈ 25-ന് രാവിലെ 7:30 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എറണാകുളം വനിതാവിൻ്റെ തിയേറ്റർ വെച്ചിട്ടാണ് ഫാൻ ഷോ നടക്കുക. ഓൾറെഡി പകുതിക്കുള്ള ടിക്കറ്റ്സ് വിറ്റുപോയിട്ടുണ്ട്. സോ നിങ്ങൾ ടിക്കറ്റ് വേണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. അയൺ ഹാർട്ട് എന്ന ക്യാരക്ടറിനെ കുറിച്ചും ഈ ഒരു സീസണിൻ്റെ ബേസിക് സ്റ്റോറിയെ കുറിച്ചും പറയാതെ ഡയറക്റ്റ്ലി മെഫിസ്റ്റോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സോ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ബേസിക് ആയിട്ട് പറയാം. ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ സിനിമയിലാണ് ആദ്യമായിട്ട് റിറി വില്യംസ് അല്ലെങ്കിൽ അയൺ ഹാർട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു സിനിമയിലാണ് അയൺ ഹാർട്ട് എന്ന സ്യൂട്ട് ബ്ലാക്ക് പാന്തറിൻ്റെ അനിയത്തിയായ ഷൂരി റിറി വില്യംസിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ ഈ ഒരു സ്യൂട്ട് വക്കാണ്ടൻ ടെക്നോളജി ഉള്ള വൈബ്രേനിയം സ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ അവസാനം റിറി തിരിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഈ സ്യൂട്ട് ഷൂരിക്ക് കൊടുത്തുവിടാൻ നിർവാഹമില്ല. ബിക്കോസ് വക്കാണ്ടൻ ടെക്നോളജി പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ഡേഞ്ചറസ് ആണ്, സെക്യൂരിറ്റി ത്രെറ്റാണ്. സോ ഇപ്പം MIT പഠിക്കുന്ന റിറിയുടെ കയ്യിൽ സ്യൂട്ടൊന്നുമില്ല. സോ റിറി ഒരു സ്യൂട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ റിറിക്ക് അതിൻ്റേതായിട്ടുള്ള പൈസയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ഐഡിയാസ്, പ്രൊജക്റ്റ് ഐഡിയാസ് ഒക്കെ സ്വന്തം യൂണിവേഴ്സിറ്റി ഉള്ളവർക്കും വേറെ പല യൂണിവേഴ്സിറ്റി ഉള്ളവർക്കൊക്കെ ആയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് റിറി ട്രേഡ് ചെയ്യുകയാണ്. എന്നാൽ ഇത് MIT കണ്ടുപിടിച്ചതോടെ റിറിയെ MIT പുറത്താക്കുകയാണ്. അങ്ങനെ വളരെയധികം വിഷമത്തോടെയും ബ്രോക്കായിട്ടും റിറി തൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള സൗത്ത് സൈഡ് ചിക്കാഗോ നെയ്ബർഹുഡിലേക്ക് പോവുകയാണ്. സോ അവിടെ പുള്ളിക്കാരിയുടെ പഴയ ഓർമ്മകളൊക്കെ വരികയാണ്. സോ പുള്ളിക്കാരുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള നട്ടാലിയും സ്റ്റെപ്പ് ഫാദറും ഒരു ഡ്രൈവ് ബൈ ഷൂട്ടിങ്ങിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് സീരീസിലൊരു മെയിൻ പോയിൻ്റാണ്. അങ്ങനെ അയൺ ഹാർട്ട് സ്യൂട്ട് ഉണ്ടാക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ റിറി നടക്കുമ്പോഴാണ് റിറിയെ തേടി ഒരു ക്രിമിനൽ ഗ്യാങ് വരുന്നത്. അതിൻ്റെ ലീഡറാണ് പാർക്കർ റോബിൻസ് അഥവാ ദ ഹുഡ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ക്യാരക്ടറിൻ്റെ ഹുഡ് ഉണ്ട്. അതിൻ്റെ ഇതൊരു സാധാരണ ഹുഡല്ല, മാജിക്കൽ ഹുഡാണ്. ഇത് ഉപയോഗിച്ച് ഒരുപാട് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഈ ഒരു ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. ആ പവേഴ്സ് ഉപയോഗിച്ച് ക്രൈംസ് നടത്തി പൈസ എടുക്കുന്നതാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെയും ആ ഒരു ഗ്യാങ്ങിൻ്റെയും മെയിൻ ലക്ഷ്യം. സോ പൈസ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ റിറി ഇവരുടെ കൂടെ ചേരുകയാണ്. ആൻഡ് ഈ ഒരു ഹുഡ്, ആ ഒരു മാജിക്കൽ ഹുഡ് ആക്ച്വലി മെഫിസ്റ്റോ ആണ് കൊടുക്കുന്നത്. പാർക്കർ റോബിൻസിൻ്റെ സോളിന് പകരമായിട്ട് ഒരു മാജിക്കൽ ഹുഡ് കൊടുക്കുന്നു. അങ്ങനെ പാർക്കർ റോബിൻസ് ഇത് ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള ക്രൈംസ് നടത്തുന്നു. പാർക്കർ റോബിൻസുമായിട്ടാണ് ആദ്യമായിട്ട് മെഫിസ്റ്റോയുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ സീരീസിൽ കാണിക്കുന്നതും. ഈ ഒരു ഗ്യാങ്ങിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സിൽ ഒരാളാണ് സെക്കേസ്റ്റെയിൻ. സെക്കേസ്റ്റെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അയൺമാൻ 1 വില്ലനായിട്ടുള്ള ഒബഡിയ സ്റ്റെയിൻ്റെ മോനാണ്. അതെ, ഇത്രയും വർഷങ്ങൾക്കിപ്പുറം MCUവിലെ ആദ്യ സിനിമയിലെ വില്ലൻ്റെ ഒരു മെൻഷൻ ഇപ്പോഴാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് സെക്കേസ്റ്റെയിൻ്റെ ജീവിതം പോയിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ ഇപ്പോൾ ഈ ക്രിമിനൽ ഗ്യാങ്ങിൻ്റെ കൂടെ ചേർന്ന് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും വലിയ രീതിയിൽ സ്റ്റാർക്കിനെ പോലെ ഒരു കോടീശ്വരനാകണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നതാണ് സെക്കേസ്റ്റെയിൻ. സോ ഈ ഗ്യാങ്ങിലെ എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. റിറി ആണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെ ഇരിക്കുകയാണ് റിറി ഒരു AI ഉണ്ടാക്കുന്നത്. തന്നെ മരിച്ചുപോയ കൂട്ടുകാരെ നട്ടാലിയ ഓർമ്മയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ NATALAI, നട്ടാലിയിൽ നിന്ന് ഒരുമിച്ച് വായിക്കാൻ വേണ്ടി ഒരു അബ്രവേഷൻ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു AI ചുമ്മാ മറ്റേ ഫോൺ വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് AI അല്ല, ഡയറക്റ്റ് രൂപമുള്ള ഒരു AI ആണ്. അതൊരു ഹോളോഗ്രാം രൂപത്തിൽ വരുന്ന ഒരു AI ആണ്. ഈ ഹോളോഗ്രാം ഉപയോഗിച്ച് വേറെ കുറേ പരിപാടികളൊക്കെ റിറി ഇതിനകത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ നട്ടാലി ഒരു റിയൽ പേഴ്സണെ പോലെ ഒരു ഹോളോഗ്രാം റിറിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സോ ഇവരുടെ ആ ഒരു ബോണ്ടും പഴയ മെമ്മറീസും ഒക്കെ അതിലൂടെ പ്രോപ്പറായിട്ട് കാണിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഹുഡാണെങ്കിലും സെക്കേസ്റ്റെയിൻ ആണെങ്കിലും ഇരുവരും ഇവളാണ് പവർ നേടുക അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇരുവരുടെ ലക്ഷ്യം. അതിൽ രണ്ടുപേരും രണ്ട് രീതിയാണ് യൂസ് ചെയ്യുന്നത്. ദ ഹുഡ് മാജിക് ആണെങ്കിൽ സെക്കേസ്റ്റെയിൻ ടെക്കാണ്. സോ ഇവഞ്ച്വലി ഇവരിരുവരും കൂടെ ബാക്കിൽ നിന്ന് കുത്തുന്നൊരു സെറ്റപ്പായിട്ടാണ് വരുന്നത്. മാത്രമല്ല സെക്കേസ്റ്റെയിൻ താൻ ചെയ്ത പല കാര്യങ്ങൾക്കും റിറിയെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ റിറിയുടെ കമ്മ്യൂണിറ്റി അടക്കം റിസ്ക് ആവുന്നതടക്കമുള്ള കുറേ എലമെൻറ്റ്സ് വരുന്നുണ്ട്. എന്തായാലും ഇവഞ്ച്വലി ഫൈനൽ എപ്പിസോഡിൽ ഇരുവരും ആ ഒരു തമ്മിലുള്ള ബാക്കിൽ നിന്നുള്ള കുത്ത് തിരിച്ചറിഞ്ഞിട്ട് ഹുഡും അതേപോലെ തന്നെ സെക്കേസ്റ്റെയിനും തമ്മിലൊരു ഫൈറ്റ് ആവുന്നു. ഹുഡ് മാജിക് യൂസ് ചെയ്യുമ്പോൾ സെക്കേസ്റ്റെയിൻ ടെക്കാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ മാജിക് യൂസ് ടെക്ക് എന്നൊരു സംഭവത്തിലേക്ക് വരികയാണ്. പക്ഷേ റിറി ഇവഞ്ച്വലി തൻ്റെ അയൺ ഹാർട്ട് സ്യൂട്ട് ഉണ്ടാക്കിയതിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. അങ്ങനെ റിറി കുറച്ച് ട്രിക്കൊക്കെ ഇറക്കി, ഒറ്റയടിക്ക് വരെ ഇടിച്ച് വീഴ്ത്തിയൊന്നുമല്ല, AI ഒക്കെ വെച്ച് കുറച്ച് ട്രിക്കൊക്കെ ഇറക്കിയിട്ട് ഹുഡിൻ്റെ ഹുഡ് അടിച്ച് മാറ്റുകയും അതേപോലെ സെക്കേസ്റ്റെയിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇരുവരുടെയും കാര്യങ്ങൾ പബ്ലിക്കലി പുറത്തു വരുന്നു. സോ അങ്ങനെയാണ് അയൺ ഹാർട്ടിൻ്റെ സീരീസ് ഒരു മെയിൻ സ്റ്റോറിയുടെ എൻഡിങ്ങിലേക്ക് എത്തുന്നത്.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് റിറി വില്യംസ് ആദ്യമായി മെഫിസ്റ്റോയെ കാണുന്നത്. സച്ച ബാരൻ ഗൊഹർ എന്ന ആക്ടറാണ് മെഫിസ്റ്റോയായിട്ട് MC വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആക്ടറിനെ അറിയായിരിക്കും. ദ ഡിക്റ്റേറ്റർ, ബോററ്റിന്റെ സെക്കൻഡ് പാർട്ട്, അങ്ങനെ കുറേ കിടിലൻ കോമഡി പടങ്ങൾ വന്ന ആക്ടറാണ്. ഇവിടെ നല്ലൊരു സീരിയസ് റോളിലാണ് പുള്ളി വന്നിരിക്കുന്നത്. നേരത്തെ തൊട്ടാണ് റൂമർ ആയിരുന്നു പുള്ളിക്കാരനാണ് മെഫിസ്റ്റോ ആവുക, ഇപ്പോൾ അത് കൺഫേം ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. സോ ഇതിനു മുമ്പ് തന്നെ പാർക്കർ റോബിൻസുമായിട്ടുള്ള ചില സീൻസൊക്കെ മെഫിസ്റ്റോയുടെ കാണിച്ചുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട് ഈ പാർക്കർ റോബിൻസ് മാത്രമല്ല പുള്ളിയുടെ ക്ലൈന്റ് എന്ന്. സോ നിലവിലെ MCUവിൽ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സ് പോലും മെഫിസ്റ്റോയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെഫിസ്റ്റോ ആദ്യമായിട്ട് വരുന്ന പാർക്കർ റോബിൻസുമായിട്ട് സംസാരിക്കുന്ന സീനിൽ തന്നെ ഇൻഡയറക്ട്ലി റെഫർ ചെയ്യുന്ന കാര്യമാണ് വില്യം ഷേക്സ്പിയർ മെഫിസ്റ്റോയുമായിട്ടൊരു ഡീല് വെച്ചിട്ടുണ്ടായിരുന്നു എന്നത്. സോ റിയൽ ലൈഫിൽ വില്യം ഷേക്സ്പിയർ കുറേ സ്റ്റോറീസ് കോപ്പി ചെയ്തുപോലെ ഇൻസ്പയർ എന്ന് പറയപ്പെടുന്ന റൈറ്ററാണ് ക്രിസ്റ്റഫർ മാർലോ ആണ് ഒറിജിനൽ മെഫിസ്റ്റോ വന്നിട്ടുണ്ടായിരുന്ന ഫോസ്റ്റിയൻ ലെജൻഡ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ബേസിക്കലി ആ ഒരു സ്റ്റോറി ഇവിടേക്ക് കണക്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല റിറിയുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് 6 രാജാക്കന്മാരും ഈവൻ 3 വത്തിക്കാനിലെ പോപ്സും എന്തിനേറെ ഫോബ്സിൻ്റെ ടോപ്പ് 100 ലിസ്റ്റിൽ വരുന്ന ഒരു 100 പേരും ആക്ച്വലി പുള്ളിയുമായിട്ട് ഡീലുണ്ടെന്നുള്ളത്. റിറിയുമായിട്ടുള്ള കോൺവെർസേഷൻ നമുക്ക് മനസ്സിലായ കാര്യം, ചുമ്മാ എല്ലാവരുമായിട്ടും ഡീൽ വെക്കുന്നൊരു ഡെവിളല്ല മെഫിസ്റ്റോ ഡീൽ വെക്കുന്നവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്കെല്ലാം ഇമ്മൻസീവായിട്ടുള്ള ടാലൻറ്റ് അല്ലെങ്കിൽ വലിയ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. എന്നാൽ ഇവർക്കാർക്കും അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഇല്ല. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ടോണി സ്റ്റാർക്ക് എന്ന് പറയുന്നത് വളരെയധികം ടാലൻറ്റും പൊട്ടൻഷ്യലും ഉള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് ഓൾറെഡി അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. അച്ഛനുണ്ടാക്കി വെച്ച ആ ഒരു എംപയർ ആണെങ്കിലും ഒരു പണമാണെങ്കിലും പുള്ളിക്കുണ്ട്. പക്ഷേ ഇവിടെ റിറി വില്യംസിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പണം അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ അഡ്വാൻറ്റേജ് പുള്ളിക്കാരിക്കില്ല. സോ മെഫിസ്റ്റോയ്ക്ക് ഡീൽ വെക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആൾക്കാരാണ് റിറി. ഇതുപോലെ തന്നെയാണ് പാർക്കർ റോബിൻസിൻ്റെ കേസ് അല്ലെങ്കിൽ ദ ഹുഡിൻ്റെ കേസ് എടുത്താലും. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് എന്തായാലും MCUവിൽ കുറച്ച് പേര് ഓൾറെഡി മെഫിസ്റ്റോയുമായിട്ട് ഡീൽ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. എസ്പെഷ്യലി അയൺമാൻ കണ്ടന്റുകൾ വരുന്നവർ, ഇപ്പം 3ലെ വില്ലനായ ആൾഡ്രിച്ച് കില്ലിയൻ ആണെങ്കിലും 2nd വില്ലനായ ജസ്റ്റിൻ ഹാമണ്ട് ഒക്കെ ആണെങ്കിലും മെഫിസ്റ്റോയുമായിട്ട് ഡീൽ വെക്കാൻ റൈറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. മാത്രമല്ല ഇവരുടെയൊക്കെ ഒരു പ്രോപ്പർ ഒറിജിൻ സ്റ്റോറി അല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് റിച്ച് ആയെന്നൊന്നും തന്നെ വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾഡ്രിച്ച് കില്ലിയൻ്റെ കേസെടുത്ത് നമുക്കറിയാം, ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം പിന്നീട് വലിയൊരാളായിട്ടാണ് ആൾഡ്രിച്ച് കില്ലിയൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മെഫിസ്റ്റോയുമായിട്ട് ഡീൽ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. സോ അങ്ങനെയൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ ഇതിനുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം സംഭവിക്കുന്നത് റിറിയോട് പറയുകയാണ്, റിറിയുടെ മരിച്ചുപോയ കൂട്ടുകാരി നടാലിയെ തിരിച്ചു കൊണ്ടുവരാം, അതേപോലെ അയൺ സ്യൂട്ടും പണവും നൽകാം, വേണ്ടതെല്ലാം കിട്ടും. പക്ഷെ അതിന് പകരം റിറിയുടെ സോൾ സെല്ല് ചെയ്യണം. ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണല്ലോ മെഫിസ്റ്റോയുടെ ഡീല്. ആൻഡ് റിറി ഇത് സമ്മതിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിറി പിന്നീട് എഴുന്നേൽക്കുമ്പോൾ നടാലിയെ ജീവനോടെ കാണുന്നു. പഴയ നടാലിയല്ല, ജീവനുള്ള നടാലി. സോ എനിക്ക് തോന്നിയൊരു കാര്യം, മോസ്റ്റ് ലൈക്കലി ഇതൊരു ആൾട്ടർനേറ്റ് റിയാലിറ്റി പോലെയാണ്. സോ ഈ ആൾട്ടർനേറ്റ് റിയാലിറ്റിയിലേക്ക് ഒരുപക്ഷെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കാം, അതോ നടാലിയെ തന്നെ ഡയറക്റ്റ്ലി ഈ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു നമുക്കറിയില്ല. പക്ഷേ എനിക്ക് എന്തോ ഒരു ഈരി വൈബ് അടിച്ചു. സോ ഇതൊരു ആൾട്ടർനേറ്റ് റിയാലിറ്റി ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനി അവസാനിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു. ആക്ച്വലി അതിൻ്റെ എൻഡിങ് കുറച്ച് ക്രീപ്പി ആയിട്ട് തോന്നി. അതിനകത്ത് മൾട്ടിപ്പിളായിട്ട് ഒരേ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വീണ്ടും ഡബിളായിട്ട് വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ക്യാങ് ഉണ്ടാക്കിയൊരു ഫാബ്രിക്കേറ്റഡ് റിയാലിറ്റി ആണോ എന്നുള്ളൊരു തിയറി അന്നുള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. ഇപ്പോൾ അയൺ ഹാർട്ട് ഉള്ളത് ഈ ഒരു ആൾട്ടർനേറ്റ് റിയാലിറ്റിയിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു മൾട്ടിവേഴ്സ് ആണെന്നല്ല, നമ്മുടെ വാണ്ടയുടെ ഹെക്സ് ഒക്കെ പോലെ തന്നെയുള്ളൊരു പോക്കറ്റ് ഡയമെൻഷൻ, അവിടെ മെഫിസ്റ്റോയുടെ കൺട്രോളിലാണോ ഈ ഒരു നിൽക്കുന്നതെന്നൊരു മിസ്റ്ററി നിർത്തിക്കൊണ്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്. MCUവിൽ അയൺ ഹാർട്ടിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. ഈ പറഞ്ഞതുപോലെ ഒരു ആൾട്ടർനേറ്റ് ഡയമെൻഷൻ, ഒരു പോക്കറ്റ് ഡയമെൻഷനിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസറാണ്. പിന്നീട് ഒരിക്കലും ഈ ക്യാരക്ടറിനെ കാണിക്കേണ്ടി വരില്ല. പക്ഷേ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു സീരീസ് ഇറക്കിയിട്ട് ഏറ്റവും അവസാനം ഇങ്ങനെ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി സീക്രട്ട് വാർസിലൊക്കെ അയൺ ഹാർട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വേർഷൻ അല്ലെങ്കിൽ മറ്റൊരു വേരിയൻ്റെങ്കിലും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അയൺ ഹാർട്ടിൻ്റെ കഥ അവിടെ തീരുമെങ്കിൽ പോലും ഒരു സീസൺ 2 വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മെഫിസ്റ്റോ എന്തായാലും നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. എസ്പെഷ്യലി അടുത്തൊരു സാഗ, ഇപ്പോൾ സീക്രട്ട് വാർസിന് ശേഷം പുതിയൊരു MCU സാഗ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. നമുക്ക് കിട്ടിയ റിപ്പോർട്ട്സ് വെച്ചിട്ട് ഇവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കോസ്മിക് ലെവൽ ത്രെറ്റുകൾ, അതായത് എറ്റേണൽസ് അടക്കമുള്ള മറ്റു കാര്യങ്ങളുടെ കണ്ടിന്യൂവേഷൻ, മ്യൂട്ടൻസ് അതായത് എക്സ്മെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നുള്ളത് സൂപ്പർ നാച്ചുറൽ സൈഡാണ്. നമുക്കറിയാം മൂൺ നൈറ്റും വെയർവുൾഫ് ബൈ നൈറ്റും ഒക്കെ ഇറക്കിയിട്ട് പിന്നീട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബ്ലേഡ് ഡിലേ ആയി പോകുന്നു, ഗോസ്റ്റ് റൈഡർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ മെഫിസ്റ്റോയുടെ കടന്നവരോടുകൂടി ഇനി വരാൻ പോകുന്ന സാഗയിലുള്ള ഒരു മെയിൻ വില്ലനായിട്ട് മെഫിസ്റ്റോ മാറുമെന്നും, അതുമാത്രമല്ല മെഫിസ്റ്റോ വന്നതുകൊണ്ട് തന്നെ ഗോസ്റ്റ് റൈഡർ ആ ഒരു സാഗയെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമുക്ക് MCUവിൽ ഓൾറെഡി അറിയാവുന്ന ക്യാരക്ടേഴ്സ്, അതിപ്പോൾ ഹീറോസ് ആയിക്കോട്ടെ വില്ലൻസ് ആയിക്കോട്ടെ, ആരൊക്കെയായിട്ടായിരിക്കും മെഫിസ്റ്റോ ഡീൽസ് വെച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലോട് കൂടി എന്താണ് മെഫിസ്റ്റോയുടെ റോളെന്നും അതേപോലെ എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സീക്രട്ട് വാർസിലൊക്കെ വലിയൊരു റോളിൽ മെഫിസ്റ്റോ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് മെഫിസ്റ്റോ മോസ്റ്റ് ലൈക്കലി പറഞ്ഞതുപോലെ അടുത്ത സൂപ്പർ നാച്ചുറൽ സാഗ ആരംഭിക്കുമ്പോൾ അവിടെ ഒരു മെയിൻ റോളിൽ വരാനാണ് സാധ്യത കൂടുതൽ. അവിടുത്തെ ഒരു ബിഗ് ബാഡ് ആയിട്ട്, അങ്ങനെ മിഡ് നൈറ്റ് സൺസ് ഒക്കെ വന്നൊരു മെയിൻ വില്ലായിട്ട് മെഫിസ്റ്റോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വൺ ലെവലായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അയൺ ഹാർട്ടി പറഞ്ഞതുപോലെ എന്താകുക ക്യാരക്ടറിൻ്റെ ഫ്യൂച്ചർ എന്നറിയില്ല. പക്ഷേ മെഫിസ്റ്റോയ്ക്ക് ഒബ്വിയസ്ലി ഒരു ഫ്യൂച്ചർ ഉണ്ട് താനും. അപ്പോൾ ഇത്തരത്തിൽ മാർവൽ DC റിലേറ്റഡ് മാത്രമല്ല അനിമയും മറ്റു പോപ്പ് കൾച്ചർ റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് ഒരു പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക.
അപ്പോൾ ഇനി മറ്റുള്ള കണ്ടുപോകുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.